ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ശ്രദ്ധാസിദ്ധിക വ്ളോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊരു സ്ഥലം വരെ പോകുന്നുണ്ട്. എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ തമിഴ്നാട്ടിൽ പളനിക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പളനിക്ക് മിക്ക പേരും പോയിട്ടുള്ളതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ, അമ്മ, അപ്പൻ, കുഞ്ഞമ്മ, എൻ്റെ അനിയത്തി നമ്മളെല്ലാവരും ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അമ്മ ഈ ഒരു പാക്ക് ചെയ്ത് വയ്ക്കുകയാണ്. ഈ വീഡിയോ എടുക്കാൻ നേരത്താണ് നമ്മൾ പെട്ടെന്ന് ഓട്ടോറിക്ഷ വന്നപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷയിൽ പോവാണ്. നമുക്കറിയാവുന്നൊരു അപ്പൂപ്പൻ്റെ ഓട്ടോറിക്ഷയാണ്. അപ്പോൾ നമ്മൾ വിളിച്ചു, 7 മണിക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ 7 മണിക്ക് വന്നു. നമ്മൾ പോയി നേരെ നമ്മൾ ഒരു കഴിക്കാനുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ പോവുകയാണ്. ഇപ്പോൾ ഞാൻ ഇൻഷോറിലാണ് എഡിറ്റ് ചെയ്യണം. എഡിറ്റിങ്ങിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്, അതെല്ലാം ക്ഷമിക്കുക. അങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലെത്തി. നമ്മൾ തിരുവനന്തപുരത്ത് മിക്ക പേർക്കും അറിയാം തമ്മാനൂരുള്ള ഈ ഒരു ഇന്ത്യൻ കോഫി ഹൗസ്. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, തിരുവനന്തപുരത്തുള്ള മിക്ക പേർക്കും അറിയായിരിക്കും. അപ്പോൾ തമ്മാനൂരാണ് ഇത്. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിനകത്ത് കയറിയിട്ട് നമ്മളെല്ലാവരും കൂടി വ്രതം പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു ദിവസത്തെ വ്രതമാണ്. കോവിലിൽ പോകണമില്ലേ, വേറെ ഒന്നിനുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ ഒരു ദിവസത്തെ വ്രതം പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇടിയപ്പവും കുറുമക്കറിയും വാങ്ങി. അപ്പോൾ തേജുവിന് ഇത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവൻ ചിക്കന് പിടിക്കുകയാണ്. അങ്ങനെ പറഞ്ഞ് ചിക്കനൊന്നും കഴിച്ചുകൂടാ, ഇന്ന് നമ്മൾ കോവിലിൽ പോകരുതെന്ന്. അങ്ങനെ ഇവൻ ബെറോട്ട മാത്രം വാങ്ങി. അങ്ങനെ നമ്മൾ കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ തന്നെ ഒരു 7:30 ആയി. അതുകൊണ്ട് നമ്മളെല്ലാവരും വേഗം കഴിക്കുകയാണേ. അങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആയപ്പോൾ നമ്മൾ കഴിച്ച് തീർന്നു. അങ്ങനെ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. റോഡ് ക്രോസ് ചെയ്താണ് പോകേണ്ടത്. ഇവിടെ നിന്ന് ഒരു കുറച്ച് ദൂരമേ ഉള്ളൂ, നടക്കാവുന്ന ദൂരമേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാൻ. അങ്ങനെ നമ്മളിവിടെ നിന്ന് നടന്നാണ് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്നത്. നമ്മളെല്ലാവരും നടന്നുകൊണ്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ നടക്കുകയാണ്. പോകുന്ന വഴിയിൽ നമ്മൾ കപ്പലണ്ടി വാങ്ങി ട്രെയിനിൽ വെച്ച് കഴിക്കാമല്ലോ. അങ്ങനെ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി നമ്മൾ അമൃത എക്സ്പ്രസ്സിലാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ 8 മണിയായപ്പോൾ ട്രെയിൻ വന്നു. 8:30 ട്രെയിൻ അവിടെ നിന്ന് എടുക്കും. അപ്പോൾ 8 മണിയാകുമ്പോൾ ട്രെയിൻ വന്നു. നമ്മൾ കയറിയിരുന്നു. നമ്മൾ ഈ ട്രെയിൻ ബുക്ക് ചെയ്തപ്പോൾ നമ്മൾ ഫസ്റ്റ് AC കമ്പാർട്ട്മെൻറ്റായിരുന്നു നോക്കിയത്. പക്ഷേ AC കമ്പാർട്ട്മെൻറ്റ് ഇല്ലായിരുന്നു. അവിടെ നമ്മൾ നോർമലായ സ്ലീപ്പർ തന്നെ എടുത്തു. അങ്ങനെ അമ്മ എല്ലാം നോക്കിയാണ്, ഫോണെല്ലാം ഉണ്ടായിരുന്നു. വാവ മേളിൽ കയറി എന്നെയും കൂടി മേളിൽ വിളിക്കുകയായിരുന്നു. അവൾ വിളിച്ച്, പക്ഷേ ഞാൻ പോയില്ല. ഞാൻ പറഞ്ഞു പിന്നെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ട്രെയിൻ എടുത്തു. അപ്പോൾ ട്രെയിൻ എടുത്തിട്ട് വാവ പറഞ്ഞു ഒരു സ്ലോ മോഷനിലൊരു ഹായൊക്കെ എനിക്ക് എടുത്ത് തരുമെന്ന് പറഞ്ഞു. ഞാൻ ശരി എന്ന് പറഞ്ഞ് സ്ലോ മോഷനിലൊരു ഹായൊക്കെ എടുത്ത് കൊടുത്തു. ഞാനും അപ്പനും താഴെയാണ് ഇരിക്കുന്നത്. കുഞ്ഞമ്മയും എൻ്റെ അമ്മയും അനിയനും കൂടി അപ്പുറത്താണ് ഇരിക്കുന്നത്. അപ്പോൾ വാവ മേളിലാണ് കിടക്കുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബോ, അടുത്തുള്ള ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്ത് ലൈക്കൊക്കെ അടിച്ച് കയറി വാ ഗൈസ്. ഈ യൂട്യൂബ് ചാനൽ ഫസ്റ്റത്തെ വീഡിയോ ആണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ ഗൈസ്. എൻ്റെ ഷോർട്സും വീഡിയോസും പോസ്റ്റും എല്ലാം കണ്ട് ലൈക്കും കമൻറ്റും ഒക്കെ തരണേ ഗൈസ്. എഡിറ്റിങ്ങിൻ്റെ കുറേ പ്രോബ്ലംസ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക. ഞാൻ ഇൻഷോറിലാണ് എഡിറ്റ് ചെയ്യണത്. പഠിച്ച് വരണേ ഉള്ളൂ എഡിറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ. ട്രെയിനിൽ നമ്മൾ 1 മണിക്കൂറായി ഇരുന്നിട്ട്, അതുകൊണ്ട് തന്നെ ഉറക്കങ്ങളൊക്കെ വരാൻ തുടങ്ങി ഗൈസ്. ഇപ്പം തന്നെ 11 മണിയായി ഗൈസ്. നമ്മൾ ഈ ട്രെയിനിൽ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ. അപ്പോൾ ഇപ്പോൾ 8:30 ട്രെയിൻ എടുത്താൽ ഒരു 1.5 മണിക്കൂറായി ഗൈസ് നമ്മൾ ട്രെയിനിൽ ഇരുന്നിട്ട്. ഇപ്പോൾ 11 മണിയായി ഈ ഒരു ടൈം. പകുതി മുക്കാലും എഡിറ്റ് ചെയ്യുന്നത് ഇവിടെ നമ്മളെ പളനിയുടെ താഴെ അടിവാരത്തുള്ള നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് ഞാൻ പകുതി മുക്കാലും കാര്യങ്ങൾ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വീട്ടിൽ പോയാൽ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, വോയിസ് കൊടുക്കാൻ പറ്റില്ല. പിന്നെ ടയേർഡായിരിക്കും, അതുകൊണ്ട് തന്നെ വോയിസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോഴേ ഞാൻ റെക്കോർഡൊക്കെ ചെയ്യുകയാണേ ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ ട്രെയിനിൽ ഇരുന്നിട്ട് 5 മണിക്കൂറായിരിക്കുകയാണ്. 5 മണിക്കൂറായി. ഇപ്പോൾ തന്നെ 2:30 മണി കഴിഞ്ഞു. അങ്ങനെ 5 മണിക്കൂറായി. ഈ സമയം എനിക്ക് ഓർമ്മയില്ല എത്ര മണിയാണെന്ന്. 2:30 കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നൊരു വീഡിയോ എടുക്കുന്നത്, എനിക്കറിയത്തില്ല. അപ്പോൾ എനിക്ക് ഉറക്കം വരുന്നില്ല ഗൈസ്. ഞാൻ ഉറങ്ങി വരുമ്പോഴത്തേക്ക് അടുത്ത ട്രെയിൻ വരും. അതുകൊണ്ട് ഞാൻ ഉറക്കം പോവും. അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് ലൈറ്റ് ഓഫാക്കാൻ പോവുകയാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ സ്നാക്സൊക്കെ കഴിക്കുകയാണ് ഗൈസ്.
പാപ്പ മേളിൽ നിന്ന് സ്നാക്സ് കഴിച്ചിട്ട് എനിക്ക് തരുകയാണ് സ്നാക്സ്. ഞാൻ ലാസ്റ്റ് സ്നാക്സായിട്ട് ഞാൻ ഒരു കേക്കും ഒരു ഡ്രിങ്ക്സ് മാത്രമേ കുടിച്ചിട്ടുള്ളൂ. പിന്നെ കുറച്ച് വെള്ളവും കുടിച്ചു. അത്ര തന്നെ ഞാൻ സ്നാക്സായിട്ട് കഴിച്ചത്. കൂടുതലായിട്ട് ഞാൻ കഴിക്കത്തില്ല. സ്നാക്സ് അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഈ കേക്ക് ഐറ്റംസ് എനിക്ക് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ കേക്ക് ഇത്തിരി പോലും കഴിച്ചിട്ട് ഞാൻ ഡ്രിങ്ക്സും വെള്ളവും കുടിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ പോവുകയാണേ. പാപ്പ പറയുകയാണ് ഞാൻ ഉറങ്ങട്ടെ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഉറങ്ങിക്കുമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഉറങ്ങാൻ പോവുകയാണേ ഗൈസ്. ഉറങ്ങാൻ പോകുമ്പോഴത്തേക്ക് അപ്പം ഇങ്ങനെ കോപ്രായം കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാനും കോപ്രായം കാണിക്കും. അപ്പോൾ ഉറക്കം പോവും. അങ്ങനെയൊക്കെ പിന്നെ ട്രെയിൻ വരും, അപ്പോഴും ഉറക്കം പോവും. അങ്ങനെ കുറച്ച് നേരം ഉറങ്ങാൻ പോവുകയാണേ. ഗായ്സ്, അപ്പോൾ ഞാൻ ഉറക്കമൊക്കെ കഴിഞ്ഞു. ഒരു നല്ലൊരു ഉറക്കമായിരുന്നു. അത്രയ്ക്ക് പോരാന്നും പറയാം, കൊള്ളാമെന്നും പറയാം. അപ്പോൾ ഞാൻ അങ്ങനെ ഉറങ്ങി. 1 മണിക്കൂർ ഉറങ്ങി. എന്നിട്ടാണ് എണീറ്റ് നിൽക്കുന്നത് ഗൈസ് ഞാൻ. പിന്നെയും കണ്ണടച്ച് വരെയാണ് ഉറക്കത്തിന്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ തന്നെ സമയം 4 മണിയായി കാണും. പിന്നെ ഞാൻ പിറ്റേ ദിവസത്തെ വ്ളോഗാണ് ഗൈസ് ഞാൻ എടുക്കുന്നത്. ഞാൻ പിന്നെ എടുത്തില്ല, പിന്നെ കിടന്ന് ഉറക്കമായിരുന്നു. പിന്നെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ രാവിലെ എണീറ്റു. ഈ ഒരു ടൈം 5:30 5:30 ഞാൻ എണീറ്റിട്ട് ഒരു ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ചായ ആരെങ്കിലും കൊണ്ടുവരണമെങ്കിൽ മേടിക്കാമെന്ന് പറഞ്ഞോണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ സംഭവം അറിയാവോ ഗൈസ്, ഫാന് പോലെ ഇങ്ങനെ കറങ്ങണ, കാറ്റാടി പോലെ കറങ്ങണ സാധനം ഞാൻ പണ്ടെന്തിനോ തമിഴ്നാട് വന്നപ്പോൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. എൻ്റെ പേരൊന്നും എനിക്കറിഞ്ഞോളൂ. ഞാൻ വീഡിയോസിന് മാത്രമേ ഈ സംഭവം കണ്ടിട്ടുള്ളൂ. നേരിട്ട് ഇപ്പോഴാണെന്ന് തോന്നുന്നു കണ്ടത്. പണ്ട് കണ്ടിട്ടുണ്ടെന്ന് എനിക്കൊരു ഓർമ്മയുണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, തമിഴ്നാട്ടിൽ മെയിനായിട്ട് കൃഷിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തമിഴ്നാട്ടിലാണ് മെയിൻ കൃഷി നടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നിറച്ചും കൃഷിയുണ്ട്. തേയില കൃഷിയും സൂര്യകാന്തി കൃഷിയും പിന്നെ കറിവേപ്പിലയുടെ കൃഷി, അങ്ങനത്തെ കുറേ കൃഷിയുണ്ട്. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ചായ വന്നു ഗൈസ്. ചായ വന്നു. നമ്മളെല്ലാവരും ചായ മേടിച്ചു. ചായ അത്ര പോരാ. ചായയൊക്കെ കുടിച്ച് നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയേ ഗൈസ്. ഇറങ്ങിയിട്ട് നമ്മൾ സ്നാക്സ് മേടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. നമുക്ക് റൂമിൽ വെച്ച് കഴിക്കാമല്ലോ. അപ്പോൾ നമ്മൾ സ്നാക്സ് വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം പറയാം, ഇവിടെ എവിടെ നോക്കിയാലും കോലം കാണാം ഗൈസ്. കോലം കടകളായിരുന്നാലും വീട്ടിലായിരുന്നാലും കോലം കാണാം. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു കോലം കുറേ ഇടുമെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടി പോയി നിൽക്കുകയാണ്. ഒരു ഓട്ടോറിക്ഷ കിട്ടിയാലേ നമുക്ക് നേരെ റൂമിൽ പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടി നോക്കിയാണ്. ഇവിടെ ഫുള്ള് ഓട്ടോറിക്ഷയായിരുന്നു. അങ്ങനെ ഒരു അപ്പൂപ്പൻ്റെ ഓട്ടോറിക്ഷ കയറി നമ്മൾ പോവുകയാണ്. ഇവിടെ ഒരു കുതിര വണ്ടിയൊക്കെ കിടപ്പുണ്ടായിരുന്നു ഗൈസ്. നമുക്ക് കയറണമെന്നുണ്ട്, പക്ഷേ ഇന്നൊന്നും എത്തത്തില്ല. ഇത് കൂടുതൽ സമയം എടുക്കും കുതിര വണ്ടിയിൽ കയറിയാൽ. അങ്ങനെ നമ്മൾ തമിഴ്നാട് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ റോഡ് സൈഡിലുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് കൂടുതലായിട്ട് അറിയാം. അതുകൊണ്ട് അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരികയാണ്, അവിടെ ഇതാണ്, ഇങ്ങനെയാണ്, അതാണെന്നൊക്കെ. ഈ ഓട്ടോറിക്ഷയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഗൈസ്. ഇത് ഫ്രണ്ട് ഇങ്ങനെ നമുക്ക് മുഖത്തോടെ നോക്കി ഇരിക്കാം. ഈ ഓട്ടോറിക്ഷയിൽ ഇത്തിരി സ്പേസുള്ള ഓട്ടോറിക്ഷയാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവരും കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും. ഇതിലാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടവർ തമിഴ്നാട്ടിൽ പോയി പളനിക്ക് പോയിട്ടുണ്ടവർ കമൻറ്റ് ചെയ്യണേ ഗൈസ്. പിന്നെയും പറയണേ, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലേക്കിനും കൂടി പ്രസ് ചെയ്യുക. ലൈക്കൊക്കെ അടിച്ച് കയറി വാ ഗൈസ്. ഇത് കണ്ടോ ഗൈസ്, ബാക്കിൽ കൂടി ഒരു കുതിര വണ്ടി പറഞ്ഞു. അത് എത്ര സ്ലോയിലാണ് വരുന്നത് കണ്ടോ, ഭയങ്കര സ്ലോ. ചിലത് മാത്രം ഓടിക്കൊണ്ട് വരികയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറെ ഗൈസ് ഇവിടെ കുറേ മാർക്കറ്റുകളുണ്ട്, ഷോപ്പുണ്ട്. അതൊന്ന് ഇങ്ങനെ ടോയ്സിൻ്റെ കടയും മുല്ലപ്പൂവിൻ്റെ കടയും. അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ചന്ദനത്തിൻ്റെയും മുല്ലപ്പൂവിൻ്റെയൊക്കെ മണമുണ്ട് ഗൈസ്. അത് മണക്കണം ഗൈസ്, നല്ല രസമാണത്. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ഇവിടെ കണ്ടോ ഗൈസ്, എവിടെ നോക്കിയാലും കോലം. ഇപ്പോൾ ടൈം 8:30. അങ്ങനെ നമ്മൾ റൂമിലെത്തിയിട്ട് അപ്പൻ അതിന് എത്രയാണ് റേറ്റ് എത്ര വൃത്തിയും ക്വാളിറ്റിയും ഒക്കെ ഉണ്ടാകുന്ന ചോദിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഈ ഒരു ഹോട്ടൽ തന്നെ തിരഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ കിടക്കാനൊന്നും പോകുന്നില്ല, ഒരു കുറച്ച് നേരത്തിന് കാര്യത്തിനാണ് നമ്മൾ റൂം എടുക്കുന്നത്. നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കണ്ടേ. സത്യം പറയാലോ ഗൈസ്, റൂം കൊള്ളൂലായിരുന്നു. ഒരു വൃത്തിയില്ല, ഒന്നുമില്ല. പിന്നെ അമ്മ പറഞ്ഞു അത് പോട്ടെ, നമ്മൾ കിടക്കാനൊന്നുമില്ലല്ലോ വന്നത്. അതുകൊണ്ട് അമ്മ പറഞ്ഞ് പോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ പോയി ഫ്രഷൊക്കെ ആയിട്ട് ഡ്രസ്സൊക്കെ മാറി നമ്മൾ ഇനി അങ്ങോട്ട് പോകാനുള്ളൊരു തിരക്കിലാണ്. എല്ലാവരും ഇറങ്ങിയാണ് ഗൈസ്.
അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി ഗൈസ്. അങ്ങനെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നമ്മൾ താക്കോലൊക്കെ എടുത്ത് ഇറങ്ങി. ഇപ്പോൾ നമ്മൾ പളനിയുടെ അടിവാരത്താണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് നേരെ നോക്കിയാൽ നമുക്ക് പളനി കാണാൻ പറ്റും. ആ മല കണ്ടു ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ റൂമിൽ നിന്ന് കുറച്ച് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ പളനിയിലോട്ട്. നേരെ ഇവർക്ക് രണ്ടുപേർക്കും എൻ്റെ അപ്പനും അനിയനും കൂടി മുട്ടയടിക്കണം. അപ്പോൾ അമ്മയ്ക്ക് പൂമുടി എടുക്കുന്നുണ്ട്. എന്തോ നേർച്ചയാണ് തോന്നുന്നത്, എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. അപ്പോൾ ഗൈസ് ഇവിടെ കണ്ടോ കുറേ ടോയ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് ഗൈസ്. മുല്ലപ്പൂവും ചന്ദനവും എന്തൊരു നൂല് പോലെയൊക്കെ ഉണ്ട് ഗൈസ്. എനിക്കൊന്ന് മാലയാണെന്ന് തോന്നുന്നു ഗൈസ്. നമ്മൾ ഇവിടുത്തെ സാധനങ്ങളെ കണ്ടും നോക്കിയൊക്കെ പോവേണേ ഗൈസ്. ഈ അമ്മൂമ്മ ചോദിക്കാൻ മുല്ലപ്പൂവൊക്കെ വേണം. നമ്മൾ പറഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞാൽ എന്തിനാണ് മുല്ലപ്പൂ. അപ്പോൾ നമ്മൾ പോവുകയാണ്. ഒന്നാമത് ചൂടും കൂടിയാണ്. തമിഴ്നാട്ടിൽ ഭയങ്കര ചൂടാണ് ഗൈസ്. നേരെ ചെന്നത് നമ്മൾ പളനിയുടെ അടിവാരത്താണ് ഗൈസ്. അപ്പോൾ നമ്മൾ പളനിയുടെ അടിവാരം എത്തി. ഞാൻ 6 മാസത്തിന് മുട്ടയടിക്കാൻ വന്നതാണ് പളനിയിൽ. പിന്നെ ഇതുവരെയായിട്ട് എത്ര വർഷങ്ങളായി ഗൈസ്, അങ്ങനെ ഇതുവരെയായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ വീഡിയോയിലൊക്കെ ഈ സംഭവം കണ്ടു. ഇപ്പം നേരിട്ട് കണ്ടപ്പോൾ ഒരു സന്തോഷം ഗൈസ്. ഇവിടെ വന്നപ്പോഴേ ഒരു സന്തോഷമുണ്ട്. നമ്മൾ 2 മാസത്തിന് മുമ്പേ ഇവിടെ വരണമെന്ന് പറഞ്ഞ് വെക്കേഷൻ ഇവിടെ വരണമെന്ന് വിചാരിച്ചിരിക്കുന്നതാണ്. അങ്ങനെ നടന്നു ഗൈസ്. എൻ്റെ അമ്മ ഭയങ്കര മുരുകൻ ഭക്തനാണ് ഗൈസ്. എന്താണെന്ന് അറിഞ്ഞുകൂടാ, അമ്മയ്ക്ക് മുരുകനെ ഭയങ്കര ഇഷ്ടമാണ്. മുരുകൻ എവിടെയൊക്കെ ഉണ്ട് ആ കോവിൽ എല്ലാ സ്ഥലത്തും അമ്മ പോയിട്ടുണ്ട്. അമ്മയാണ് പറഞ്ഞത് നമുക്ക് ഈ പറഞ്ഞ വെക്കേഷനിൽ പളനിക്ക് പോകാമെന്ന്. അപ്പോൾ നമ്മൾ പളനിക്ക് എത്തി ഗൈസ്. ഇനി ഇവർക്ക് രണ്ടുപേർക്കും കൂടി മുട്ടയടിക്കണം. കുറേ മാമന്മാർ വരണം കണ്ടേ ഗൈസ് മുട്ടയടിച്ചുകൊണ്ട്. ഇതേപോലെ അപ്പനെയും തേജുവിനെയും നിർത്താനാണ് നമ്മുടെ ആഗ്രഹം ഗൈസ്. മുട്ടയടിക്കുകയാണ് ഇവർ പോയി. അങ്ങനെ നമ്മൾ മുട്ടയടിക്കുന്ന സ്ഥലം നോക്കാൻ വേണ്ടി പോവേണേ ഗൈസ്. അങ്ങനെ നമ്മൾ നേരെ നടക്കുകയാണേ. ഇപ്പോൾ ഒരു 10 മണിയായി ഗൈസ്. ഇപ്പോൾ ഭയങ്കര വെയിൽ അടിക്കുന്നുണ്ട്. കാല് വരെ പൊള്ളുന്നുണ്ട് ഗൈസ്. തറ ഭയങ്കര പൊള്ളല് ഗൈസ്. അങ്ങനെ നമ്മൾ വേഗം പോവേണേ ഗൈസ്. ഞാനും അമ്മയും കുഞ്ഞമ്മയൊക്കെ ചെരുപ്പിട്ടിട്ടുണ്ട്. അപ്പനും തേജുമോനും ചെരുപ്പിട്ടിട്ടില്ല. നമ്മൾ പറഞ്ഞ റൂമിലെ ചെരുപ്പിട്ടുണ്ട്. അവന് മുട്ടയടിക്കാൻ പോയില്ല, ചെരുപ്പൊന്നും ഇടൂലെന്ന് പറഞ്ഞുകൊണ്ട് വരികയാണ്. അവർ പറയാണ് പൊള്ളണമെന്ന് കാല്. നമ്മളങ്ങനെ നേരെ ചെല്ലുകയാണ് ഗൈസ്. ഇവിടെ നിന്ന് പളനി കാണാൻ പറ്റും. നല്ല ഭംഗിയുണ്ട് ഗൈസ് മല കാണാൻ. അങ്ങനെ നേരെ ചെന്ന് നമ്മൾ ചെരുപ്പ് കൊടുക്കുകയാണ് ഗൈസ്. ഇവിടെ ആ ചെരുപ്പ് അലോടല്ല, അകത്ത് കയറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ചെരുപ്പ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ചെരുപ്പൊക്കെ കൊടുത്തേ ഗൈസ്. ഇവിടെ കണ്ടു ഗൈസ് കുറേ മുരുകൻ്റെ ഫോട്ടോസ്. അമ്മ പറഞ്ഞു ഒരെണ്ണം നമുക്ക് വാങ്ങണമെന്ന്. അപ്പോൾ അപ്പം പറഞ്ഞു ഓ ശരി നമുക്ക് വാങ്ങാം, വരണ വഴിക്ക് വാങ്ങാമെന്ന് പറഞ്ഞ് അമ്മേനെ കൂട്ടിക്കൊണ്ട് പോവേണേ. ഇപ്പോൾ നമ്മളൊരു 10 മിനിറ്റോളം നടക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ നടന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പോവുകയാണ് ഗൈസ്. ഇവിടെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് മറ്റേ ചിപ്സൊക്കെ വറുത്ത് കാണാനൊക്കെ പറ്റും ഗൈസ്. അപ്പോൾ നമ്മൾ പൊരിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മൾ കുറച്ച് നേരം നടന്നപ്പോഴത്തേക്കും ഒരു അപ്പം വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഇവിടെയാണ് മുട്ടയടിക്കാനുള്ള സ്ഥലമെന്ന് പറഞ്ഞ്. അപ്പോൾ അപ്പനും തേജുമോനും അവിടെ പോയി ഇരിക്കുക. ഫസ്റ്റ് തേജുവിനാണ് മുട്ടയടിക്കുന്നത്. അപ്പം അവന് വെള്ളം തേച്ചപ്പോൾ നല്ല സുഖമുണ്ടമ്മ, നല്ല സുഖമുണ്ട് അങ്ങനെയൊക്കെ പറയാനുണ്ടായിരുന്നു ഗൈസ്. കുറച്ച് മുട്ടയടിക്കുന്ന വിഷ്വൽസ് കണ്ടിട്ട് വരൂ. ഗൈസ് അങ്ങനെ അവന് മുട്ടയടിച്ചു ഗൈസ്. മുട്ടയടിച്ചപ്പോൾ അവൻ പറയണു ഓ നല്ല സുഖമുണ്ടെന്ന്. അങ്ങനെ അടുത്തത് അപ്പനാണ് മുട്ടയടിക്കാൻ പോകുന്നത്. അവന് മുട്ടയടിച്ച് കഴിഞ്ഞല്ലോ, ഇനി അടുത്ത അപ്പനാണ് മുട്ടയടിക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് അപ്പ ഇരുന്നു, അപ്പൻ്റെ തല മുട്ടയടിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടം ഗൈസ്, മുടിയൊക്കെ പോകുന്നുണ്ട്. എന്തായാലും പിന്നെ വളരുമല്ല, അതുകൊണ്ട് സമാധാനപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പനും മുട്ടയടിച്ച് കഴിഞ്ഞു ഗൈസ്, ഫിനിഷായി. അങ്ങനെ 2 മുട്ടകളും കൂടി കുളിക്കാൻ അവിടെ തലയൊന്ന് കഴുകാൻ വേണ്ടി പോവേണേ ഗൈസ്. എന്നിട്ട് അമ്മയ്ക്ക് മുടി എടുക്കുകയാണ് ഗൈസ്. പൂമുടി ഞാൻ പറഞ്ഞില്ലേ പൂമുടി എടുക്കണമെന്ന്, അത് എടുക്കുകയാണ്. എന്ന് വെച്ചാൽ മുടിയുടെ അറ്റത്ത് വെച്ച് കട്ട് ചെയ്യും, അതാണ് പൂമുടി എടുക്കൽ. എന്നിട്ട് ഇവിടെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു ഹോമക്ഷേത്ര പോലെ കുഞ്ഞ് ഒരു ശില്പം മുരുകനെ കൊണ്ടുപോവേണ് ഗൈസ്. ചെണ്ടയൊക്കെ കൂട്ടി കൊണ്ടുപോവേണ്. അപ്പം ഞാൻ ഇത് പെട്ടെന്ന് കണ്ടപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ അതും കൂടി വീഡിയോ എടുക്കുകയാണ് ഗൈസ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പനും എൻ്റെ അനിയനും കൂടി തലയൊക്കെ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് വന്നതാണ് ഗൈസ്. എന്നിട്ട് നമ്മുടെ മുട്ടയൊക്കെ അടിച്ചിട്ട് ചന്ദനം പുരട്ടത്തില്ലേ, അപ്പോൾ 2 പേരും കൂടി ചന്ദനം പുരട്ടുകയാണ് ഗൈസ്. എന്നിട്ട് നേരെ നമ്മൾ പളനിക്ക് അങ്ങോട്ട് പോവേണ്, കോവിലിൽ പോവേണ് ഗൈസ്. മുട്ടയൊക്കെ അടിച്ച് വന്നപ്പോഴത്തേക്ക് കുറച്ച് തിരക്ക് കൂടി ഗൈസ്. നമ്മൾ വന്നപ്പോൾ അത്രയ്ക്ക് തിരക്കില്ലായിരുന്നു, പോയപ്പോൾ അങ്ങോട്ട് കുറച്ച് തിരക്ക് കൂടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നേരെ നോക്കിയപ്പോൾ നമുക്ക് പളനി കാണാൻ പറ്റും ഗൈസ്. അപ്പോൾ തേജുമോൻ പറയുകയാണ് ഉപ്പ് ഇത്രയും വലിയ മലയൊക്കെ കയറണമെന്ന് പറയുകയാണ്.
അപ്പോൾ നമ്മൾ പറയണം ഓ കയറണമെന്ന് പറയണേ. അപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സില്ലേ ഗൈസ്, ഒരു നീല കളർ ഡ്രസ്സ്. അത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ മേടിച്ചേണേ. ഫ്ലിപ്കാർട്ടിൽ എപ്പോഴും അവൈലബിൾ ആണ്. വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവർ പോയി വാങ്ങണേ ഗൈസ്. അപ്പോൾ എന്നിട്ട് നമ്മൾ പോവേണേ അങ്ങോട്ട്. ഇത് കുറേ മുട്ടയടിച്ച മാമന്മാരും അമ്മൂമ്മമാരും ഒക്കെ ഉണ്ട് ഗൈസ്. അവിടെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഇവിടെ നിന്നൊന്നും രാവിലെ കഴിച്ചില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. നമ്മൾ ലൈറ്റായിട്ട് ഒരു ചായയും വടയും കഴിക്കാമെന്നാണ് പോകുന്നത്. അപ്പോൾ ഞാൻ സമൂസ വാങ്ങി, എൻ്റെ അനിയത്തിയും സമൂസ വാങ്ങി, അമ്മയും കുഞ്ഞമ്മയും എൻ്റെ അപ്പനും കൂടി വട വാങ്ങിയേ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ്. ആ ഒരു ഷീറ്റ് പോലെ ഇട്ടിരിക്കുന്നുണ്ട്. അവിടെ ഇത്തിരി വെയിൽ കുറവാണ്. നമ്മൾ വേഗം ചെല്ലുകയാണ് അങ്ങോട്ട് ഇത്തിരി നടക്കാൻ വേണ്ടി. അങ്ങനെ നമ്മൾ അതൊക്കെ എത്തി. അങ്ങനെ നമ്മൾ നടക്കുകയാണ് ഗൈസ്. ആ ഒരു ഷീറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു വഴി പോലെ പോകുന്നുണ്ട്. അങ്ങോട്ട് പോകാൻ നമുക്ക് ആ ഒരു പറഞ്ഞ സ്റ്റെപ്പ് എത്തും. അപ്പോൾ അങ്ങനെ നമ്മൾ നടക്കുകയാണ് ഗൈസ്. നമ്മൾ അങ്ങോട്ട് പോകുന്ന വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ലാസ്റ്റ് വരുമ്പോൾ ഉള്ള വിഷ്വൽസാണ് നമ്മൾ എടുക്കുന്നത് ഗൈസ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ മല കയറിയേ ഗൈസ്. അതിൻ്റെ കുറച്ച് വിഷ്വൽസാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പം തന്നെ 300 എത്ര പടിയായി ഗൈസ്. എന്നിട്ട് നമ്മൾ കുറേ പടി കയറിയാണ് ഗൈസ്. എന്നിട്ട് നമ്മൾ 1200 പടിയും കയറിയിട്ട് നമ്മൾ ക്യൂവിൽ നിൽക്കുകയാണ്. ക്യൂവിൽ ഒരു 3 മണിക്കൂർ നമ്മൾ നിന്നു ഗൈസ്. അത് മുരുകനെ കാണാൻ വേണ്ടി 3 മണിക്കൂർ നിന്നു. എന്നിട്ട് ഞാൻ കുറച്ച് നേരം ഞാൻ വീഡിയോ എടുക്കുകയാണ് ഗൈസ്. നമ്മൾ അങ്ങോട്ട് അപ്പുറത്ത് നോക്കിയപ്പോൾ ഒരു മല ഗൈസ്, വലിയൊരു മലയും റോഡും കുറേ വീടുകളും കണ്ടു ഗൈസ്. അങ്ങോട്ടൊരു വലിയൊരു മലയുണ്ട്. അത് വേറെ ക്ഷേത്രമാണ്. എന്നിട്ട് ഞാൻ 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. 3 hours later. അങ്ങനെ നമ്മൾ 3 മണിക്കൂറിന് ശേഷം കുറേ നേരം കഴിഞ്ഞിട്ട് മുരുകനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് കുറച്ച് നേരം നിന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഇറങ്ങി ഗൈസ്. അവിടെയത് ഭയങ്കര വെയിലായിരുന്നു ഗൈസ്. വെയിലെന്ന് വെച്ചാൽ ഇത്രയും വെയിൽ അറിഞ്ഞൂടാ ഗൈസ്. ഇത്ര വെയിൽ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഭയങ്കര വെയിലെന്ന് വെച്ചാൽ ഭയങ്കര വെയിൽ. ഇപ്പോൾ ഏപ്രിൽ മാസം കൂടിയല്ലേ, ഭയങ്കര വെയിലാണ്. അങ്ങനെ നമ്മൾ എത്രയും പെട്ടെന്ന് താഴെ ഇറങ്ങിയാൽ മതിയെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലാണെങ്കിൽ പഴുത്ത് വെന്ത് വരുവായി ഗൈസ്. അങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാലോ ഇത് ഭയങ്കര വെയിൽ കണ്ടോ. നമ്മൾ ഓടി പോവുകയാണ് പെട്ടെന്നൊരു തണലുള്ള സ്ഥലത്ത് കയറിയിരിക്കാം. അങ്ങനെ ഞാൻ അവിടുത്തെ വിഷ്വൽസ് ഒന്നും കിട്ടിയിട്ടില്ല. അറിയാലോ അവിടെ ഫോണിൽ അലോഡല്ലെന്ന്. അപ്പോൾ അതുകൊണ്ട് അവിടെ മേളത്തെ വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ലാസ്റ്റ് നമ്മൾ താഴെ ഇറങ്ങിയപ്പോഴാണ് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് വിഷ്വൽസ് ഞാൻ എടുക്കുന്നത്. ഇവിടെ നിന്ന് നല്ല വ്യൂ കിട്ടി ഗൈസ്. നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അതൊക്കെ യൂട്യൂബ് ചാനൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇതിലും ഈ ഒരു ലോങ് വീഡിയോ ഇത്തിരി ലോങ് ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പയ്യെ ഇരുന്ന് കണ്ടാൽ മതി ഗൈസ്. ഇത്തിരി വലിയ വീഡിയോ ആണ്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവിടെ ഇത്തിരി നേരം ഇരുന്നിട്ട് അപ്പം തന്നെ നമ്മൾ ഇറങ്ങി പോവുകയാണ്. അത്ര വെയിലടിച്ചു. താഴത്തിൽ നല്ല ചൂട് ഗൈസ്, ഭയങ്കര ചൂട്. അതുകൊണ്ട് നമ്മൾ പിന്നെയും പോവുകയാണ് ഗൈസ്. ഇവിടെ നടന്ന് പോവുകയാണ്. അപ്പോൾ ഭയങ്കര വെയിലും അല്ലാണ്ട്. അപ്പോൾ ഇവിടെ വരണമായിട്ട് ഇത്തിരി സൺസ്ക്രീമൊക്കെ ഒരു ബോട്ടിൽ തന്നെ കൊണ്ടുവന്നോളൂ ഗൈസ്. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം എന്നിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ് ഗൈസ്. കുറച്ച് നേരം നടന്നിട്ട് അവിടെ തന്നെ പോയി ഇരിക്കുകയാണ് ഗൈസ്. അങ്ങനെ അവർ നടക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി നമുക്ക് പോകാമെന്ന് പറഞ്ഞ് നടക്കുകയാണ്, ഞാനും ഒപ്പനും കൂടി. അങ്ങനെ ഗൈസ് കുറേ നേരം കഴിഞ്ഞു ഗൈസ്. ഇപ്പോൾ തന്നെ പക്ഷേ കയറിയപ്പോൾ പെട്ടെന്ന് എത്തിയ കണക്കാണ് തോന്നിയത്. വന്നപ്പോൾ ഭയങ്കര താമസം ഗൈസ്. എനിക്ക് വോയിസ് അവിടെ നമ്മൾ നോർമലായിട്ട് വോയിസ് കൊടുക്കണമെന്ന് എൻ്റെ ആഗ്രഹം. പക്ഷേ എനിക്ക് ഇങ്ങനെ കൊടുത്താലേ പറ്റുള്ളൂ. അവിടെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇനി ഇങ്ങനെ കൊടുത്താലേ പറ്റുള്ളൂ. പിന്നെ ട്രെയിനിൽ കയറിയെന്ന് വെച്ചാൽ ഗൈസ് ട്രെയിനിലും അറിയാമല്ലോ, ട്രെയിനിൻ്റെ ആ ശബ്ദം അറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ വോയിസാണ് കൊടുക്കുന്നത്. എനിക്ക് ലൈവ് വോയിസ് കൊടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ പറ്റണില്ല ഗൈസ്. അനൗൺസ്മെൻറ്റും പിന്നെ വണ്ടി ട്രാവലിൻ്റെ ഇതൊക്കെ കാരണം ഞാൻ കൊടുത്തിട്ടില്ലായിരുന്നു ഗൈസ്. ആണ് ഞാൻ ഇങ്ങനെ കൊടുക്കുന്നത്. അടുത്തൊരു ലോങ് വീഡിയോ ഇടാൻ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ലൈവ് എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ലൈവ് വോയിസ് തന്നെ ഇടാം ഗൈസ്. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് പഞ്ചാമൃതവും അരവണയൊക്കെ തിന്നുകയാണ് ഗൈസ്. വരണ വഴിക്ക് നമ്മൾ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ഇത്തിരി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇടിക്കുകയാണ് ഗൈസ്.
എന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഇപ്പോൾ ഒരു മണിക്കൂറായെന്ന് തോന്നുന്നു. ഞാൻ സമയം നോക്കിയില്ല, 1 മണിക്കൂറായെന്ന് തോന്നുന്നു ഗൈസ്. നമ്മൾ പയ്യെ ഇരുന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ പയ്യെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഗൈസ്, പയ്യെ പറഞ്ഞത്. അതാണ് 1 മണിക്കൂറായ, പെട്ടെന്ന് എത്താനേ ഉള്ളൂ. 1 മണിക്കൂർ തന്നെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്, 1 മണിക്കൂർ ആയാന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം എത്തിച്ച് തണലത്ത് ആ ഒരു മരമൊക്കെ ഉള്ള സ്ഥലത്ത് ഇരിക്കുകയാണേ ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ നടന്ന് ഗൈസ് അങ്ങനെ കട കണ്ടപ്പോഴൊരു ഗൈസ് ആശ്വാസമായത്, താഴെ എത്തിയല്ലോ എന്നൊരു ആശ്വാസമായത്. അങ്ങനെ നമ്മൾ താഴെ ഇറങ്ങി കടയൊക്കെ കണ്ടപ്പോൾ ഒരു ആശ്വാസം കിട്ടി. അങ്ങനെ നേരെ നമ്മൾ ചെല്ലണത് നമ്മളിത്തിരി എവിടെയെങ്കിലും റോഡ് ഇറങ്ങിയിട്ട് നമ്മളിനി കഴിക്കാൻ പോവുകയാണേ ഗൈസ്. അങ്ങനെ ഹോട്ടൽ കിട്ടി. അങ്ങനെ നമ്മൾ കഴിക്കുകയാണേ ഗൈസ്. ഹോട്ടലിൽ നിന്ന് നമ്മൾ കഴിക്കുന്നത് തക്കാളി സാധമാണ് ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. തൈര് സാധം ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് അതും കൂടി കഴിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് കഴിക്കാൻ പറ്റിയില്ല ഗൈസ്. അതുകൊണ്ട് നമ്മൾ വേഗം കഴിക്കുകയാണ്. അങ്ങനെ നമുക്ക് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പർച്ചേസൊക്കെ ചെയ്യാൻ വേണ്ടി കുറച്ച് നേരമായി. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ തന്നെ ഉച്ചയായി ഗൈസ്. അന്നേരം നമ്മൾ വേഗം കഴിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് തക്കാളി സാധനം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. നമ്മൾ നേരെ ഒരു സർബത്ത് കുടിക്കാൻ വേണ്ടി പോയി ഗൈസ്. ഇത്തിരി നേരം നടന്നിട്ട് വന്നുകൊണ്ട് വെയിലല്ല, അതുകൊണ്ട് സർബത്ത് കുടിക്കാൻ വേണ്ടി പോയി. എനിക്കും തേജുവിനും ഇഷ്ടമല്ല, അതുകൊണ്ട് നമ്മൾ മിൽക്ക് ഷേക്കിൽ ഒതുക്കി ഗൈസ്. അങ്ങനെ ഞാനും കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി, കൊള്ളാം. അങ്ങനെ നമ്മൾ സർബത്തൊക്കെ കുടിക്കുകയാണേ ഗൈസ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മയ്ക്കും അപ്പനും കൂടി അച്ചടിക്കാൻ പോയതിൻ്റെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവരെ പോയി കാണുക. 2 hours later. ഗൈസ് അങ്ങനെ നമ്മൾ റൂമിൽ വന്ന് അവിടെ നിന്ന് 2 മുരുകൻ്റെ മാലയും വാങ്ങി. പിന്നെ ഞാനൊരു ഡിസ്കോ ബാറും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവരെന്തിനൊക്കെ വാങ്ങി. അങ്ങനെ നമ്മൾ റൂമിൽ ഫ്രഷായി. പിന്നെ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് കഴിക്കുകയാണ് ഗൈസ്. കഴിക്കെടുത്തിരിക്കുന്ന ബെറോട്ടയും പിന്നെ എന്തോ ഒരു കുറുമക്കറിയാണ് ഗൈസ്. അവിടുത്തെ എന്തോ സ്പെഷ്യലാണ്. അപ്പോൾ നമ്മളത് പറഞ്ഞു. തേജുമോന് കറി ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവൻ ബെറോട്ട മാത്രം കഴിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ നമുക്ക് ട്രെയിൻ 6:30ക്കാണ് റിട്ടേൺ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് 5:30ക്ക് പോയി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാമല്ലോ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ കഴിക്കുകയാണ് ഗൈസ്. വീഡിയോ ഏകദേശം വൈൻഡപ്പ് ആകാറായി. പിന്നെ വേറൊരു കാര്യം കൂടി പറയാം ഗൈസ്, ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ കയ്യിലിട്ടിരിക്കുന്ന വാച്ചില്ലേ ഗൈസ്, അത് അവിടെ നിന്ന് വാങ്ങിയതാണ്. പിന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടുള്ള വിശേഷങ്ങൾ കണ്ടാലോ ഗൈസ്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നു. പിന്നെ ഞാൻ വേറെ ഒരു വിഷ്വൽസും എടുത്തിട്ടില്ല. ഞാൻ എന്നിട്ട് വീട്ടിൽ വന്നിട്ടുള്ള വിഷ്വൽസ് മാത്രമാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ട്രെയിനിൽ കയറുന്ന വിഷ്വൽസൊന്നും എടുത്തില്ല. പിന്നെ നമുക്കിനി വീട്ടിൽ വന്നിട്ട് കണ്ടാലോ. ബൈ ഗൈസ്. അങ്ങനെ വീട്ടിൽ വന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇതോടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.